നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എടമുട്ടത്ത് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കാട്ടൂർ സ്വദേശിയായ യുവതി കാറിടിച്ചു മരിച്ചു. കാർ ഡ്രൈവർ അറസ്റ്റിൽ. പത്രത്തിൽ വിവാഹ പരസ്യം നൽകി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ കൊടുങ്ങല്ലൂരിൽ യുവാവ് അറസ്റ്റിൽ. എടത്തിരുത്തി ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച TK ചന്ദ്രബാബു പഞ്ചായത്ത് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാതയിൽ എടമുട്ടത്ത് റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന യുവതി കാറിടിച്ചു മരിച്ചു. കാർ ഡ്രൈവർ അറസ്റ്റിൽ. കാട്ടൂർ നെടുമ്പുര സ്വദേശി പുതുവീട്ടിൽ പരേതനായ കൃഷ്ണന്റെ മകൾ ആശയാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് 3:30 അപകടം. തൃപ്പയാർ ഭാഗത്തു നിന്നും വന്നിരുന്ന സ്വിഫ്റ്റ് കാറാണ് ആശയെ ഇടിച്ചു തെറിപ്പിച്ചത്. അപകടത്തെ തുടർന്ന് എക്സ് പ്രവർത്തകർ ആദ്യം ഇവരെ അൽ ഇഖ്ബാൽ ആശുപത്രിയിലും തുടർന്ന് ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എടമുട്ടം മിനി മുത്തൂറ്റിലെ ജീവനക്കാരിയാണ് ആശ. സംഭവവുമായി ബന്ധപ്പെട്ട് പെരിഞ്ഞനം കൊറ്റംകുളം ചക്കരപ്പാടം സ്വദേശി ചിറ്റെഴുത്ത് മുരളീധരനെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ ഓടിച്ചിരുന്ന കാറാണ് ആശയെ ഇടിച്ചു തെറിപ്പിച്ചത്. ഡ്രൈവർ മദ്യപിച്ചിരുന്നതായും പോലീസ് വ്യക്തമാക്കി. വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് അഖിലേന്ത്യാ കിസാൻ സഭ നാട്ടിക മണ്ഡലം കമ്മിറ്റി വലപ്പാട് KSEB ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. തൃപ്പയാർ സെന്ററിൽ നിന്നും ആരംഭിച്ച മാർച്ച് KSEB ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ CPI നാട്ടിക നിയോജക മണ്ഡലം സെക്രട്ടറി CR മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കിസാൻ സഭ മണ്ഡലം പ്രസിഡന്റ് NV സുരേഷ് അധ്യക്ഷനായിരുന്നു. CPI ജില്ലാ കൗൺസിൽ അംഗം KK ജോബി, KK സുബ്രഹ്മണ്യൻ, PK സുഭാഷ് ചന്ദ്രൻ, ശശി കടവിൽ എന്നിവരും സംസാരിച്ചു. നാട്ടിക ബീച്ച് KMUP സ്കൂളിന് സമീപം നികത്തിയ പൊതുകിണറിന് സമീപത്തു നിന്നും വീണ്ടും വെള്ളം ശേഖരിച്ചു. പഞ്ചായത്ത് അസിസ്റ്റന്റ് ഡയറക്ടറുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന. കിണറിൽ നിന്നും 10 അടി മാറിയാണ് കുഴി കുഴിച്ച് വെള്ളം പരിശോധനയ്ക്കായി എടുത്തത്. നേരത്തെ ഈ പ്രദേശത്തു നിന്നും വെള്ളം പരിശോധനയ്ക്ക് എടുത്തിരുന്നു. എന്നാൽ അന്ന് പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർ എത്തിയത് പരാതിക്കാരായ തങ്ങളെ അറിയിക്കാതെയാണെന്ന് പറഞ്ഞ് നാട്ടിക ബീച്ച് പ്രതികരണവേദി പ്രവർത്തകർ ഓംബുഡ്സ്മാന് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു പരിശോധന. വലപ്പാട് പഞ്ചായത്തിലെ കോതകുളം ആനവിഴുങ്ങി ലിങ്ക് റോഡ് ഉദ്ഘാടനം ചെയ്തു. 4,50,000 രൂപ ഉപയോഗിച്ചാണ് റോഡ് നിർമ്മിച്ചത്. ഗീതാ ഗോപി MLA ആണ് ഉദ്ഘാടനം നിർവഹിച്ചത്. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു. വാർഡംഗം അനിത പ്രദീപ് കുമാർ, വിജയൻ മൂത്തേടത്ത്, ചന്ദ്രൻ എന്നിവരും സംസാരിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം കോഴികളെ വിതരണം ചെയ്തു. അടുക്കളമുറ്റത്തെ കോഴി വളർത്തൽ എന്ന പദ്ധതി പ്രകാരമാണ് 20 ഗ്രൂപ്പുകൾക്കായി 1,600-ലധികം കോഴികളെ വിതരണം ചെയ്തത്. 1,44,000 രൂപയാണ് അടങ്കൽ തുക. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സുചിത്ര രാധാകൃഷ്ണൻ അധ്യക്ഷയായിരുന്നു. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ മുഖ്യ അതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. KV സുകുമാർ, സജു ഹരിദാസ് എന്നിവരും സംസാരിച്ചു. എടത്തിരുത്തിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 12ാം വാർഡംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട CPM-ലെ TK ചന്ദ്രബാബു പഞ്ചായത്ത് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തു. നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ MK ഫൽഗുണൻ, KM മധുസൂദനൻ, ജ്യോതിബാസ് തേവർഘാട്ടിൽ, സുധീർജി കൊല്ലാറ, PK ഹംസ, മഞ്ജുള അരുണൻ, പഞ്ചായത്ത് സെക്രട്ടറി PA ഷാഹുൽ ഹമീദ്, മറ്റു ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. ഇടവേള.